ഹായ് കൂട്ടുകാരെ, മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റായിട്ട് തേങ്ങാപ്പാലൊന്നും ചേർക്കാത്ത ഒരു നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ളൊരു മട്ടൻ കറിയുടെ റെസിപ്പിയാണ്. ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനലിൽ അങ്ങനെ മട്ടൻ കറി റെസിപ്പി ഒന്നും ഇട്ടിട്ടില്ല. അപ്പം എല്ലാവരും ഒന്ന് വീഡിയോ കാണാൻ. നല്ല ടേസ്റ്റാണ്. അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിനും കഴിക്കാൻ നല്ല കുറുകിയ ചാറോടുകൂടി ഉള്ളൊരു കുരുമുളക് പൊടിയൊക്കെ ഏറെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോയിലേക്ക് പോവാം. മട്ടൻ കറിയുടെ റെസിപ്പിയാണ്. 1 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു മട്ടൻ കറിയുടെ റെസിപ്പിയാണ്. ഞാൻ 1 കിലോ മട്ടൻ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്. കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂണ്, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണ്, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, മുളക് പൊടി 1 ടീസ്പൂണ്, 1/2 ടേബിൾ സ്പൂണ് നാരങ്ങയുടെ നീര്, 1 ടീസ്പൂൺ ഉപ്പ്, സ്വല്പം കരിയാപ്പില ഇട്ടിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ഈ മസാല ഇതിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഈ നാരങ്ങാനീരും ഉപ്പും നല്ല ടേസ്റ്റായിട്ട്. കുരുമുളക് പൊടിയാണ് ഏറ്റവും മുമ്പിട്ട് നിൽക്കേണ്ടത്. മുളക് പൊടി കുറച്ച് മതി. ഇത്രയും ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് 1/2 കപ്പ് വെള്ളം, ഇതിനകത്ത് വെള്ളം ഇറങ്ങും, എന്നാലും 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആദ്യത്തെ ഫുൾ തീയിട്ട് 1 വിസിലും, പിന്നെ മീഡിയത്തിലിട്ട് നമുക്കൊരു 3 വിസിലും, അപ്പോൾ വെന്ത് കിട്ടും. അടുപ്പേ വെച്ചിട്ടുണ്ട്. ഇത് ഫുൾ തീയിൽ വെച്ചിട്ട് 1 വിസിൽ വന്നു കഴിഞ്ഞിട്ട് മീഡിയത്തിൽ വെക്കണം കേട്ടോ. മീഡിയത്തിൽ വെച്ചിട്ട് 3 വിസിൽ, അപ്പോൾ നമുക്ക് വെന്ത് കിട്ടും. ഇപ്പം നമ്മളെ മട്ടൺ വെന്തിട്ടുണ്ട്. അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പ് വെച്ചു. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാവേ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാകട്ടെ. ഇതിന് വേണ്ടിയിട്ട് ഞാനിത് 200 ഗ്രാം ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഒരു മീഡിയം സൈസ് സബോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില എടുത്ത് വെച്ചേക്കുവാണ്. ഇനി തക്കാളി വേണം. തക്കാളി കുരുകുരുവാന്ന് അരിഞ്ഞിട്ടുണ്ട്, ഒരു ചെറുത്. പിന്നെ ഈ ഉള്ളി നമുക്ക് ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ഈ ഉള്ളി സബോള എല്ലാം ഇടാം. ആദ്യമേ ഉള്ളി ഇടാവേ. 200 ഗ്രാം ഉള്ളി എന്ന് പറയുന്നത് മുഴുത്ത ഉള്ളിയാണ്, ഒരു 35 എണ്ണം. ഈ സബോളയ്ക്ക് പകരം ഉള്ളി ചേർക്കുവാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. സബോള, പച്ചമുളക് എല്ലാം കൂടെ നമുക്ക് ഇട്ടിട്ട് മല്ലിയില ഇപ്പിടണ്ട, ഇച്ചിരി കഴിഞ്ഞിട്ടിരുന്നു ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇടണേ. ഒരു 5-6 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചിട്ടാൽ മതി. ഞാനിപ്പോൾ പേസ്റ്റ് ഉള്ളത് കൊണ്ട് 1 ടീസ്പൂൺ ഇടും. ഒരു 10 മിനിറ്റ് നേരം നല്ലോണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ഗോൾഡൻ നിറം ആകുന്നിടം വരെ ഇതൊന്ന് വഴറ്റിയെടുക്കും. കുറച്ച് ഉപ്പൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇടുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇപ്പം നല്ലോണം ഇത് കണ്ടോ ഗോൾഡൻ നിറവായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടി ഐറ്റങ്ങളെല്ലാം ചേർക്കാം. ഇനി ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർക്കാവേ. ആദ്യം നമ്മൾ കുറച്ച് മുളക് പൊടി ചേർത്തായിരുന്നു. ഇപ്പോൾ 1 ടീസ്പൂണ് മുളക് പൊടി, 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കാവേ. എന്നിട്ട് നല്ലോണം നമുക്കൊന്ന് ഇതിൻ്റെ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലോണം ഈ പൊടിയുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി, ഇത് വേണമെന്നില്ല, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്തേക്കാൻ മതി, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനൊരു ചെറിയത് ചേർത്തിട്ടുണ്ട്, ചെറുതായിട്ട് ചോപ്പ് ചെയ്തിടാം കേട്ടോ. ഇതിലേക്ക് 1/4 കപ്പ് മല്ലിയില, സ്വല്പം കരിയാപ്പില ഇട്ടിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കും. ഇത് നല്ലോണം ഒന്ന് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇത് തീ ഫുൾ വെച്ചിട്ട് നല്ലോണം ഇതൊന്ന് തിളയ്ക്കട്ടെ. ഇട്ടിട്ട് നല്ലോണം ഒന്ന് വെട്ടി തിളയ്ക്കുമ്പോഴത്തേക്ക് വേണം നമ്മുടെ ഇത് മട്ടൻ വെന്തത് ഇതിലേക്ക് ഒഴിക്കണം. അപ്പം നല്ലോണം മട്ടൻ വെന്തിട്ട് ഞാൻ മാറ്റി വെച്ചേക്കുവാണ്. ഇതിനകത്ത് ഇച്ചിരി വെള്ളമുണ്ട്, അതോടുകൂടിയാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത് കേട്ടോ. കണ്ടോ നല്ലോണം വെന്തിരിക്കുവാണ്. ഞാൻ ഫുൾ തീയിൽ 1 വിസിലടിച്ചിട്ട്
ലോ ഫ്ലെയിമിൽ ഇട്ട് 3 വിസിലടിച്ചപ്പോഴത്തേക്ക് വെന്തു. ഇച്ചിരി എല്ലൊക്കെയുള്ള മട്ടൺ എടുക്കണം കേട്ടോ, എന്നാലാണ് ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പം നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ കറി മട്ടൺ ഒഴിക്കാം. വെന്തിരിക്കുന്ന മട്ടൺ ഇതിലേക്ക് ഒഴിക്കാം. ചാറോട് കൂടി തന്നെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാവേ. ഇപ്പം ഞാൻ എല്ലാം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് മൂടി വെച്ചൊരു 5-6 മിനിറ്റ് ഒന്ന് വെള്ളം ഒന്ന് പറ്റി നല്ല കുറുകി ചാറോട് കൂടി വരും ഇത് കേട്ടോ. ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ചാറെല്ലാം പറ്റി മസാലയെല്ലാം അത് പിടിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. കറി നല്ല കുറുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഉള്ളിയുടെ ഇതുകൊണ്ടാണ് നല്ല കുറുകി കിട്ടുന്നത്. അതിനാണ് നമ്മൾ ചുവന്നുള്ളി ചേർക്കുന്നത്. നല്ല നമ്മുടെ അപ്പം, ഇടിയപ്പം, ചപ്പാത്തി എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മട്ടൻ കറിയുടെ റെസിപ്പിയാണ്. ലാസ്റ്റ് നമ്മൾ വാങ്ങുന്നതിന് മുമ്പ് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇതിൻ്റെ മേലിലോട്ട് ഇടണം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് മൂടി വെച്ച ശേഷം ഒരു 15 മിനിറ്റ് ശേഷം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവറെല്ലാം ഇറങ്ങി നല്ല ടേസ്റ്റായിട്ട് കറി കിട്ടും. കണ്ടോ, ഇപ്പം കറി റെഡിയായിട്ടുണ്ട്. റെഡിയായിട്ട് 10 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, നല്ല കുറുകിയ ചാറോടുകൂടി. അത് ഈ ഉള്ളിയുടെയാണ്. ഉള്ളി ഒക്കെ ചേർത്ത് നമ്മൾ മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ കറിയാണ്. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു മട്ടൻ കറിയാണ്, തേങ്ങാപ്പാൽ ചേർക്കാതെ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അടുത്തൊരു വീഡിയോ കാണാൻ. ടാറ്റ.